നിന്നോട് ഇത് സഹായിക്കേണ്ടത് പറഞ്ഞല്ലേ? കരുപ്പണത്തോട് ഇങ്ങോട്ട് കാണിച്ചത് തിരിഞ്ഞു പോയി. തവി വെച്ചാൽ നല്ല അടി വെച്ച് വരും കേട്ടോ. അമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെടുന്ന കണ്ടപ്പോഴേ ഒന്ന് സഹായിക്കണം തോന്നി, അതുകൊണ്ട് വന്നതാ. നീ നിന്റെ പെണ്ണുപിള്ളേനെ പോയി സഹായിക്ക്, എന്നെ സഹായിക്കണ്ട. ഇതിന് കഴുകാതെ എങ്ങനെ അകത്തോട്ട് ഇടുന്നു? അതിൽ നിന്ന് തന്നെ ഇച്ചിരി വെള്ളം എടുത്താൽ കഴിയാ പോരെ. പ്രകാശ് എൻ്റെ ഇന്ന് മേടിക്കുന്നീ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും അമ്മ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? നിനക്ക് എന്നോട് അത്ര സ്നേഹമാണെങ്കിലേ നീ നിന്റെ പെണ്ണുപിള്ളേനെ ഉപേക്ഷിക്കടാ. അയ്യേ, എന്ത് വർത്തമാനായത്? ആനാ ഒരു അമ്മയ്ക്ക് മാനോട് പറയാൻ പറ്റുന്നതാണോ അവൻ അവന്റെ ഭാര്യ ഉപേക്ഷിക്കാൻ? അമ്മ അച്ഛൻ ഉപേക്ഷിച്ചിരുന്നെങ്കിലോ? അങ്ങനെ തന്നെ ഉപേക്ഷിക്കില്ല. എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, നിങ്ങൾക്കറിയോ? എനിക്ക് ഒരുപാട് ഇഷ്ടമാ പുഷ്പേ, എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഉപേക്ഷിക്കട്ട. ഒരു വീട്ടിനകത്ത് 2 അടുക്കള. അമ്മ ഇത് നാട്ടുകാർ ആരെങ്കിലും പറഞ്ഞ എന്തൊരു നാണക്കേടാ അമ്മേ. അതൊക്കെ ഞാൻ നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എന്ത് പറഞ്ഞിട്ടുണ്ട്? ഞാൻ ആ മോഹിനിയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവളെല്ലാവർക്കും പറഞ്ഞോളൂ. ഞാൻ മോഹിനിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? നീ മോഹിനിയുടെ മോന്തയ്ക്ക് എന്തിനാണ് കുഞ്ഞു നോക്കുന്നത്? അയലോക്കല്ലേ, നമ്മൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോ അവളുടെ മോഹം കാണത്തില്ലേ? ഞാൻ സഹായിക്കട്ടെ? എന്റെ പ്രകാശ, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഒന്ന് കേറി പോകുന്നുണ്ടോ ഇവിടുന്ന്? നീ പെണ്ണുമ്പിള്ളേനെ പോയി സഹായിക്ക്. അവള് പറഞ്ഞിട്ടായിരിക്കും ഇതിന്ന് കഞ്ഞി മോന്തി കുടിക്കാൻ വന്നായിരിക്കും അല്ലേടാ? എന്തൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു വിട്ടല്ലേ പുഷ്പ, അല്ലേടാ? എനിക്ക് ഈ വളിച്ച കഞ്ഞി വേണ്ട. എന്റെ ഭാര്യ നല്ല അസല് ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാ എളുപ്പം പോയി തിന്നോ, എളുപ്പം പോയി തിന്നോ ചോറുണ്ടാക്കി വെച്ചെങ്കിൽ. ഇതെന്റെ മോക്കും എനിക്കും കൂടെ ഉള്ള. മറ്റേ പറഞ്ഞ സത്യമാണ്. ഏതാ? മോഹിനിയോട് പറഞ്ഞെന്ന് പറഞ്ഞു. ആ, ഞാൻ മോഹിനിയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ നാട് മുഴുവൻ അവൾ അറിയിക്കുകയും ചെയ്യും. ഇതൊരു ദ്രോഹം അമ്മ ഇത്. എന്നാ കഷ്ടം കേട്ടോ. ഒരു കഷ്ടമല്ലേ? ഇതെന്ത് കഷ്ടം? പഴയ വില്ലേജ് ഓഫീസറുടെ ഭാര്യ അതെടാ മിറ്റത്തിരുന്നാണ് കുക്കിംഗ്. എടാ അതെന്താ ആകാൻ കാരണം? ആകാൻ കാരണം എന്താ? നീ കണ്ട ഗീതയുടെയും കൂടോത്രത്തിന്റെ ഒക്കെ ഗ്യാസ് കൊണ്ടുവന്ന് ഇവിടെ വെക്കും. ആ പെണ്ണുമ്പിള്ള ആണെങ്കിൽ അടുക്കള എന്താ ഉണ്ടോ ഒന്നും നോക്കത്തുമില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അതൊക്കെ കഴിക്കാൻ പറ്റുമോ മനുഷ്യന് വിശ്വസിച്ചു? എന്തൊരു വർത്തമാനമൊക്കെ പറയുന്നത്. മോനെ അപ്പുണ്ണി, ചേട്ടനൊരു കാര്യം പറയട്ടെ. ഈ ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന് പറയും. എന്ന് വെച്ചാ നമ്മൾ ചെറുതിലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വലുതാവഴി കാണിച്ചോണ്ടിരിക്കും. ഓ, അപ്പൊ ചേട്ടൻ ചെറുപ്പം മുതൽ ഉടായിപ്പായിരുന്നോ? അങ്ങനെയല്ലടാ, ചേട്ടൻ ചെറുപ്പം തൊട്ട നല്ല മാന്യനായിരുന്നു. അപ്പൊ നീയും ഇപ്പൊ തൊട്ട ട്രെയിൻ ചെയ്യുവാണ് നിനക്ക് നല്ലവനായിട്ട് ഇങ്ങനെ ചേട്ടനെ പോലെ ജീവിക്കാൻ പറ്റും. ഇതെന്താ ഏട്ടനും കൂടി ഒരു സംസാരം? ചേട്ടൻ എനിക്ക് ചൊട്ടയിലെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാ, അല്ല ചൊട്ടയിലെ ശീലങ്ങള് പറഞ്ഞു തരാം. ആ, നീ അവനെ കണ്ട് പഠിക്കണം. എന്തിനു? എന്തിനാ? ഇന്നലെ വരെ അല്ലേ അമ്മ പറഞ്ഞ ചേട്ടനെ കണ്ട് പഠിക്കരുത്? ആ, അത് ഇന്നലെ വരെ. എടാ പുണ്ണി, ചേട്ടൻ ഇങ്ങനെ നന്നായതൊക്കെ ഈ അമ്മയുടെ ഉപദേശം കൊണ്ട് മാത്രം. മോനെ, നീ എന്നോട് ഒരു 1000 രൂപക്ക് ചോദിച്ചിട്ടില്ലേ? ആ, എന്തിനാ ചോദിച്ചിരുന്ന അമ്മേ? അത് കിട്ടിയോ? ഇതാ. എനിക്കല്ലേ കാശ്? നിനക്കെന്തിനാടാ കാശ്? ചേട്ടന് എന്തിനാ കാശ്? എടാ, ഇത് പാവപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള കാശല്ല, ചുമ്മാ ഉള്ള. ചേട്ടനൊന്ന് മര്യാദക്ക് സംസാരിച്ചൂടെ? കൂടെ വേറെ ജോലി എടുത്ത് വല്ല കാശൊക്കെ കൊടുക്ക്. എടാ പുണ്ണി, അന്നദാനം മഹാദാനം എന്നാണ്. പിന്നെ അമ്മേ, ഈ ചെയ്യുന്നതിന്റെ എല്ലാ നല്ല ഗുണങ്ങളും നമ്മുടെ കുടുംബത്തിനും അമ്മയ്ക്കും കിട്ടും. കണ്ടു? ദൈവമേ, എന്റെ മോനെ ഇതിന് പകരമായിട്ട് PSC കിട്ടിയാ മതിയായിരുന്നു. ഓ, അപ്പൊ പകരത്തിന് കിട്ടാൻ വേണ്ടിയാണ് ഈ അന്തമാനൊക്കെ നടത്തുന്നത്. എടാ മണ്ട, അങ്ങനെയൊന്നല്ല. നമ്മൾ നല്ലത് ചെയ്താലേ നമുക്ക് നല്ലത് കിട്ടത്തുള്ളൂ. അങ്ങനെയല്ലേ? ഇപ്പൊ അതൊന്നും ചിന്തിക്കാതെ അയ്യോ, എന്നെ കൊല്ലുന്നേ! അച്ഛന്റെ നിലവിളിയല്ലേ കേൾക്കുന്നത്? നോക്കാലോ. എന്താണ്? ഇവിടെ നിൽക്കണം, ഇവിടെ നിൽക്കണം, ഇവിടെ നിൽക്കണം. എന്നെ ഇങ്ങനെ ഇട്ട് ഓടിക്കുന്ന എന്നാ? ചേച്ചി, ചേച്ചി ഞങ്ങളെ കഞ്ഞി കുടിച്ചു നോക്കിയായിരുന്നാ? ഞാനെന്തിനാ നിങ്ങളെ കഞ്ഞിയെല്ലാം കുടിച്ച് നോക്കേണ്ടത്? അപ്പൊ ചേച്ചിക്ക് മങ്ങണ്ടല്ലേ? എടി,
ഇവളും കൂടെ അറിഞ്ഞിട്ടാടി അവൻ ആ പണി ചെയ്ത്. കഷ്ടപ്പെട്ട് വിറക് ചുമന്ന് ഞാൻ ഊതി ഊതി കത്തിച്ച ആ കഞ്ഞില് ഉപ്പ് വാരിയിട്ട് ചേട്ടൻ. ഞാൻ കഞ്ഞിയിൽ ഉപ്പ് വാരി ഇട്ടിട്ടില്ല. ഉപ്പ് വാരിയിട്ടിട്ടുണ്ട്. കോണത്തെ കാര്യം പറയരുത് കേട്ടോ. അമ്മ കണ്ടല്ല അമ്മ? എന്ത് കണ്ടു? ഞാൻ കണ്ടതാ. എന്ത് കണ്ടു? നീ അവിടെ പങ്ങി നിന്നപ്പോഴേ എനിക്ക് തോന്നി ഇത് നീ തന്നെയാണ് ഇത് ചെയ്തതെന്ന്. ചേട്ടൻ മാത്രല്ല അമ്മ, ചേച്ചിയും ചേട്ടനും ഈ പിള്ളേർക്ക് എല്ലാവർക്കും ഈ പാതകത്തിൽ പങ്കുണ്ട്. അപ്പച്ചി അനാവശ്യം പറയരുത്. നിങ്ങക്ക് പ്രവർത്തിക്കാം, ഞാൻ പറയാൻ പാടില്ല. ഞങ്ങൾ എന്ത് പ്രവർത്തിച്ചു? ചേട്ടാ ഇത് എവിടുത്തെ നിയമമാണത്? അതെ, ഇവിടുത്തെ നിയമമാണ്. ഞാൻ പറയുന്നതാണ് ഇവിടെ അനുസരിക്കാൻ. ആണോ? പിന്നെ ഇവിടുത്തെ നിയമം ഉണ്ടാക്കാൻ അച്ഛമ്മ ആരാ? പറ 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 ആരാ ആരാ? ഈ കൃമിച്ചക്കന് വരെ നമുക്കെതിരെ തർക്കുത്തരം പറഞ്ഞു തുടങ്ങി. ഇതല്ല ഇവര് പറഞ്ഞ് കുശുമ്പ് പറഞ്ഞിട്ടാണ് ഈ ചെക്കനെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. തർക്കുത്തരം പറയുന്നത് നിന്റെ മോളായിരിക്കൂടി. എന്ത് നോക്കി കാണിച്ചാലടി തർക്കുത്തരം പറയിക്കുന്നു. അച്ഛമ്മ എന്തിനാണ് അച്ഛമ്മ ഈ കുടുംബത്തിൽ ഇങ്ങനെ കലഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? നമ്മളൊരു കൂട്ടുകുടുംബം, നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ പോകേണ്ട ഒരു ഫാമിലി അല്ലേ? നമ്മൾ എന്തിനാണ് വെറുതെ സമാധാനം നശിപ്പിക്കുന്നത് ഇവിടെ? അല്ലേ അമ്മേ? സമാധാനപ്പെടച്ചമ്മേ. എന്നിട്ട് മാറിക്ക അമ്മ. യഥാർത്ഥത്തിൽ ഈ കഞ്ഞിക്കകത്ത് ഉപ്പിട്ടവൻ ആരാന്ന് ഞാൻ പിടിപ്പിച്ചുതരാം കേട്ടാ. എന്തിനാടാ നീ കഞ്ഞിക്കകത്ത് ഉപ്പ് വാരിയിട്ടത്? അടവണമ്മ, അടവ് ചേട്ടന്റെ അടവണമ്മേ. അച്ഛൻ ചെയ്ത പാപം എന്റെ പടലേക്ക് വെക്കാൻ നോക്കുന്നു. കലിയുഗം. സത്യം പറയടാ, സത്യം പറയടാ. അച്ഛാ ഒരു 1000 രൂപ കയ്യിലോട്ട് ഞാൻ തരാം. ഒന്നും തടിക്കാം. നീ എനിക്ക് വില ഇടുന്നോടാ. എടാ എന്തിനാടാ ഉപ്പ് വാരിയിട്ടത്? ഞാൻ പോയിട്ടില്ല അമ്മേ. അയ്യോ, ഞാൻ ആ പട്ടിക്ക് തീറ്റ ഈ അച്ഛമ്മയും ഈ അപ്പച്ചയും കൂടെ എന്റെ ബിസ്ക്കറ്റ് തട്ടിപ്പറിച്ച് വാങ്ങി. പാവങ്ങൾ അവിടെ വിഷം നടക്കുന്ന അതിന് ഞാൻ പോയതാണ് നല്ല കാര്യം ചെയ്യാൻ വേണ്ടി. അത് ഇവര് സമ്മതിച്ചില്ല. അതുകൊണ്ട് അറിയാതെ ഞാൻ ദേഷ്യത്തിന് ഉപ്പ് വാരിയിട്ടതാ. സാമദ്രോഹി, കുടിക്കണ കഞ്ഞിൽ ഉപ്പ് വാരിട്ടവൻ മുടിഞ്ഞു ഓടാൻ. എന്റെ 1000 രൂപ ഇങ്ങോട്ട് കൊണ്ടടാ. നീ ഒരു കാലത്തും നന്നാവൂല. അതും പോയാ? ഇനി ആ കഞ്ഞി എന്ത് ചെയ്യും? വെള്ളം ഊറ്റി കഴിച്ച് വീണ്ടും തിന്നാലേ? അല്ലെ ഇവക്ക് കൊടുക്കാം. ഇവനെ കൊണ്ട് കുടിപ്പിക്കാം. നീ കുടിച്ചിട്ട് പോയാ മതി. എനിക്കൊന്നും വേണ്ട. നീ കുടിച്ചേ പറ്റൂ. നിന്റെ സ്വഭാവം തന്നെയാണല്ലോ നിന്റെ പുത്രനും. അച്ഛമ്മേ നല്ല ക്ഷീണം കാണൂലേ? കുറച്ച് ചൂടുവെള്ളം ഗ്യാസിൽ വെച്ച് ചൂടുവെള്ളം എടുക്കട്ടെ കുളിക്കാൻ.